നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ഇന്ന് ജൂലൈ 9 ചൊവ്വ, മിഥുനം 25. ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. ഇന്നലെ നമുക്കറിയാം ജമ്മു കാശ്മീരിലെ കത്വയിൽ ഭീകരാക്രമണം, അതിൽ 5 സൈനികർക്കാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. അവിടെ ഇപ്പോഴും ഏറ്റുമുട്ടലും സൈന്യത്തിൻ്റെ തെരച്ചിലുമൊക്കെ തുടരുകയാണ്. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളുടെ സമരം അത് ഇന്ന് വൈകുന്നേരം 5 മണി വരെ കടയടച്ചുള്ള സമരം 2 ദിവസമായുള്ള സമരം തുടരുന്നു. ഒപ്പം നിയമസഭാ സമ്മേളനമുണ്ട്. +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ എടുക്കാനുള്ള പ്രവേശനം നേടാനുള്ള സമയപരിധി ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി അവസാനിക്കുകയാണ്. അങ്ങനെ നിരവധി വാർത്തകൾ ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ ബർത്ത്ഡേ പാർട്ടി നടത്തിയ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ അതിലേക്ക് വിളിച്ചു വരുത്തി പിന്നീട് പോലീസിനെ ഭീഷണിപ്പെടുത്തിയ തീക്കാറ്റ് സാധന ഗുണ്ട ഒളിവിൽ തുടരുന്നു. ഇവരുടെ അടക്കമുള്ള വാർത്തകളിലെ അപ്ഡേറ്റ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ പകലിൽ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് 100 ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ജമ്മു കശ്മീരിലെ കത്വയിൽ ഭീകരാക്രമണത്തിൽ 5 സൈനികർക്ക് വീരമൃത്യു, 5 പേർക്ക് പരിക്ക്. 48 മണിക്കൂറിനിടെ ജമ്മു കശ്മീരിലുണ്ടായ 3ാമത്തെ ഭീകരാക്രമണം. പ്രദേശത്ത് സുരക്ഷ കർശനമാക്കി. കർഷക ആത്മഹത്യകളും കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയേക്കും. 2024 ധനവിനിയോഗ ബിൽ നിയമസഭ ഇന്ന് പാസാക്കും. CPI സംസ്ഥാന കൗൺസിൽ ഇന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കേണ്ടെന്ന് CPI എക്സിക്യൂട്ടീവ്. സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇന്നും മുടങ്ങും. കടയടച്ചുള്ള റേഷൻ വ്യാപാരികളുടെ രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് തുടരുന്നു. വേതന പരിഷ്കരണം ഉൾപ്പെടെ നടപ്പാക്കണമെന്ന ആവശ്യം വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഭക്ഷ്യമന്ത്രി. +1 ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് അനുസരിച്ചുള്ള പ്രവേശനം ഇന്ന് വൈകിട്ട് 4 മണി വരെ. ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടത് 30,245 വിദ്യാർത്ഥികൾ. ഇനിയും സീറ്റ് ലഭിക്കാനുള്ളത് 9,880 വിദ്യാർത്ഥികൾക്ക്. മലപ്പുറത്ത് അധിക താൽക്കാലിക ബാച്ചുകൾ വേണമെന്ന ശുപാർശ നാളെ മന്ത്രിസഭായോഗം പരിഗണിക്കും. രാഹുൽ ഗാന്ധി ഇന്ന് സ്വന്തം മണ്ഡലമായ റായ്ബറേലിയിൽ. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ശേഷം ആദ്യ സന്ദർശനം. ജനങ്ങളുമായി സംവദിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. 5 ദിവസം മഴ തുടർന്നേക്കും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അസമിലെ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 70 കടന്നു. ദുരിതത്തിലായി 18.8 ലക്ഷത്തിലധികം പേർ. 50,000-ഓളം ഹെക്ടർ കൃഷി നശിച്ചെന്ന് വിലയിരുത്തൽ. പലയിടങ്ങളിലും റോഡുകൾ തകർന്നു. ആലപ്പുഴ മാന്നാർ കലാകൊലപാതക കേസിൽ കസ്റ്റഡിയിൽ ലഭിച്ച പ്രതികളെ അന്വേഷണ സംഘം ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. വിദേശത്തുള്ള അനിൽകുമാറിനെ അധികം വൈകാതെ നാട്ടിലെത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ അന്വേഷണ സംഘം അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെടുത്ത വസ്തുക്കളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഈ മാസം അവസാനത്തോടെ ലഭിച്ചേക്കും. കോഴിക്കോട് തിരുവമ്പാടി KSEB ഓഫീസ് ആക്രമിച്ച കേസിൽ ജാമ്യം തേടി യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലും സഹോദരനും അപേക്ഷ നൽകുക താമരശ്ശേരി കോടതിയിൽ. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെതിരെ കുടുംബം ഇന്ന് ഉപഭോക്തൃ കോടതിയെ സമീപിച്ചേക്കും. BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നദ്ദ ഇന്ന് തിരുവനന്തപുരത്ത് BJPയുടെ വിശാല നേതൃയോഗം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകും. വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റണ്ണിന് ഇനി 3 ദിവസം. മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ നാളെ അർദ്ധരാത്രി പുറംകടലിലെത്തും. മറ്റന്നാൾ രാവിലെ 6 മണിക്ക് തുറമുഖത്ത് അടുപ്പിക്കും. വെള്ളിയാഴ്ചയാണ് കപ്പലിന് സ്വീകരണം. കോൺഗ്രസ് ഭരിക്കുന്ന ഇടുക്കി ജില്ലാ ഡീലേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച നിക്ഷേപകർ. നിക്ഷേപത്തുക തിരികെ നൽകുന്നില്ലെന്ന് പരാതി. ബാങ്ക് തിരികെ നൽകാനുള്ളത് 29 കോടി രൂപ. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് ദേശീയപാതയിൽ കാർ തലക്കീഴായി മറിഞ്ഞു. അപകടത്തിൽപ്പെട്ടത് മുരുക്കുമ്പുഴ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാർ. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തിരുവനന്തപുരം പാറശാലയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലൂടെ വരുന്നത് ചെളിവെള്ളമെന്ന് പരാതി. ആക്ഷേപം വണ്ടിച്ചിറ കുടിവെള്ള പദ്ധതിക്കെതിരെ ശുചീകരണം കൃത്യമായി നടക്കുന്നില്ലെന്ന് നാട്ടുകാർ.
തിരുവനന്തപുരം കുറ്റിച്ചൽ പഞ്ചായത്തിലെ ആദിവാസി മേഖലയിൽ KSRTC സർവീസ് പുനരാരംഭിച്ചു. 4 വർഷമായി മുടങ്ങിക്കിടന്ന സർവീസാണ് പുനരാരംഭിച്ചത്. വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം. റേഷൻ ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നും ധനകാര്യ വകുപ്പ് കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് AITUCയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. AITUC സംസ്ഥാന സെക്രട്ടറി CP മുരളി ഉദ്ഘാടനം ചെയ്തു. 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിന് അഭിവാദ്യം അർപ്പിച്ച് ഇടുക്കി സേനാപതി മാർ ബേസിൽ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും സൗഹൃദ ക്രിക്കറ്റ് മത്സരവും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. മാർ ബേസിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം ഉടുമ്പൻചോല സബ് ഇൻസ്പെക്ടർ ഷിബു മോഹൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ജമാഅത്ത് കൗൺസിലിന്റെ വിദ്യാഭ്യാസ അവാർഡുകൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. മികവ് 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മാനവിക സേവന അവാർഡ് MA താജുദ്ദീനും MRCPയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോക്ടർ ഷഹന സുബൈറിനും സമ്മാനിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. മേയർ ആര്യ രാജേന്ദ്രൻ, രമേശ് ചെന്നിത്തല, അൽ മുക്താദിർ ജ്വല്ലറി ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ, അബ്ദുൽ സലാം എന്നിവർ പങ്കെടുത്തു. മലപ്പുറം വെളിയങ്കോട് പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളിലൂടെയുള്ള യാത്ര ദുരിതപൂർണം. ജൽജീവൻ പദ്ധതിക്കായി റോഡ് കുഴിച്ചതാണ് വിനയായത്. മഴ പെയ്തതോടെ വെള്ളക്കെട്ടും രൂക്ഷം. കോഴിക്കോട് താമരശ്ശേരി ഗ്രാമന്യായാലയം പ്രവർത്തിക്കുന്ന കെട്ടിടം അപകട ഭീഷണിയിൽ. സൺഷെയ്ഡ് പൊട്ടിപ്പൊളിഞ്ഞ് കോൺക്രീറ്റ് അടർന്നു വീഴുന്ന അവസ്ഥയിൽ. കെട്ടിടം നവീകരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ നിന്ന് മംഗലം പാലത്തേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് അപകടം തുടർക്കഥയാകുന്നു. സിഗ്നൽ സംവിധാനങ്ങളും വെളിച്ചവും ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണം. പാലക്കാട് നെന്മാറ നെല്ലിച്ചോട് റോഡ് നവീകരണം വൈകുന്നു. 5.6 കോടി രൂപയുടെ കരാർ നൽകിയിട്ടും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ജോലി ആരംഭിക്കുന്നില്ലെന്ന് നാട്ടുകാരുടെ പരാതി. കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് നേടിയ ഹംസ ഹർഷിനെ തൃശൂർ വെളുത്തൂർ മാനവ് സംഗീത വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അരിമ്പൂർ ഹൈസ്കൂളിലെ 1983 ബാച്ച് SSLC വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു. നടനും ഭരിത പ്രഭാഷകനുമായ നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് സുജാത ഗോപി അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ 5 മാസം പ്രായമുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം. ബൈക്കിന്റെ പിന്നിലിരുന്ന അമ്മയുടെ കയ്യിൽ നിന്ന് തെറിച്ചു താഴെ വീഴുകയായിരുന്നു. മണ്ണഞ്ചേരി സ്വദേശികളുടെ മകൻ മുഹമ്മദ് ഇഷാനാണ് മരിച്ചത്. പുനലൂരിൽ സംഗീതപ്രേമികളുടെ കൂട്ടായ്മ സ്വരലയ്ക്ക് തുടക്കം. ചെമ്മന്തൂർ ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ലീന കെ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. കോട്ടവട്ടം ഹൈസ്കൂൾ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ സന്തോഷ് പോറ്റി അധ്യക്ഷത വഹിച്ചു. SM ഖുറേഷി, നളിനി സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കണ്ണൂർ പൂവത്തൂർ പാലം കണ്ണവം റോഡ് തകർച്ചയുടെ വക്കിൽ. കുണ്ടും കുഴിയും രൂപപ്പെട്ട റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണം. റോഡ് നവീകരിക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ. കണ്ണൂർ ശ്രീകണ്ഠാപുരം ചെമ്പൻതൊട്ടിയിൽ നടപ്പാതയിലെ വൻമരം അപകട ഭീഷണിയാകുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന റോഡിലേക്ക് ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത് പതിവ്. മരം മുറിച്ചു നീക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഉപവാസ സമരം ഇന്ന്. അധ്യാപകരെ സ്ഥലം മാറ്റുന്നതും ആവശ്യത്തിന് അധ്യാപകരെ നിയമിക്കാത്തതും ചൂണ്ടിക്കാട്ടിയാണ് സമരം. ഇനി പ്രധാന അറിയിപ്പുകൾ. കുസാറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ബിരുദദാനം നാളെ വൈകുന്നേരം 3 മണിക്ക് സെമിനാർ കോംപ്ലക്സിൽ നടക്കും. മുംബൈ MMS മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടറും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായ ഡോക്ടർ സഞ്ജയ് ഭവ്നാനി മുഖ്യാതിഥിയാകും. കുസാറ്റ് ഇലക്ട്രോണിക്സ് വകുപ്പിൽ MSc ഇലക്ട്രോണിക്സ് സയൻസ് പ്രോഗ്രാമിൽ ഒഴിവുള്ള 9 സീറ്റുകളിലേക്ക് നാളെ 2ാം ഘട്ട സ്പോട്ട് അഡ്മിഷൻ. താൽപ്പര്യമുള്ളവർ രാവിലെ 10 മണിക്ക് ഇലക്ട്രോണിക്സ് വകുപ്പിൽ അസൽ സർട്ടിഫിക്കറ്റുകളും ഫീസ് അടയ്ക്കാനുള്ള തുകയുമായി എത്തണം. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. കുറ്റ്യാടി, അരക്കുളം സെക്ഷൻ പരിധികളിലാണ് നിയന്ത്രണമുണ്ടാവുക. കണ്ണൂർ ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ജലവിതരണം മുടങ്ങും. അഞ്ചരക്കണ്ടി പെരളശ്ശേരി ശുദ്ധജല പദ്ധതിയുടെ പരിധിയിലും കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള ചേലോറ സോണിലുമാണ് ജലവിതരണം തടസ്സപ്പെടുക.
നോക്കാം ദേശീയ വാർത്തകൾ. കനത്ത മഴയെ തുടർന്ന് ഉത്തരാഖണ്ഡിൽ റെഡ് അലർട്ട്. ഉദ്ധം സിംഗ് നഗർ ഉൾപ്പെടെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിൽ. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ജില്ലാ മജിസ്ട്രേറ്റുമാരുടെ യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. തമിഴ്നാട്ടിൽ ക്രമസമാധാനം തകർന്നെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അംഗം ഖുഷ്ബു. കൊലപാതകങ്ങളും മയക്കുമരുന്നും ബലാത്സംഗവും എല്ലാം പതിവായെന്ന് വിമർശനം. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മൗനമാണ് കാരണമെന്നും ഖുഷ്ബു. തമിഴ്നാട് സർക്കാരിന് 5 ലക്ഷം രൂപ പിഴ ചുമത്തി സുപ്രീംകോടതി. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ സംബന്ധിച്ച ഹർജിയിലാണ് പിഴ വിധിച്ചത്. 2026 തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴകം അധികാരത്തിലെത്താൻ പ്രവർത്തിക്കണമെന്ന് പ്രവർത്തകരോട് പാർട്ടി ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ്. പാർട്ടി അധ്യക്ഷൻ വിജയിയെ മുഖ്യമന്ത്രിയാക്കാൻ എല്ലാവരും ഒരേ മനസ്സോടെ രംഗത്തെത്തണമെന്നും ആഹ്വാനം. തമിഴ്നാടിന്റെ തനത് ആയോധന കലകൾ ഭാരതത്തിന്റെ അഭിമാനമെന്ന് ഗവർണർ RN രവി. വിവിധ ഏഷ്യൻ രാജ്യങ്ങളിലെ ആയോധന കലകൾ തമിഴ്നാടിന്റെ പതിപ്പുകളാണെന്നും RN രവി. തമിഴ്നാട് സർക്കാർ വാങ്ങിയ പുതിയ ബസ്സുകൾ SCTC ഗ്യാരേജിലെത്തിച്ചു. ബലഗാവിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച BS6 ബസ്സുകളാണ് ചെന്നൈയിലെത്തിച്ചത്. ബസ്സുകൾ ഉടൻ നിരത്തിലിറങ്ങും. പശ്ചിമബംഗാളിൽ ദമ്പതികളെ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ പങ്കുവച്ചതിന് BJP IT സെൽ മേധാവി അമിത് മാളവിക്കെതിരെ കേസ്. CPI നേതാവ് മുഹമ്മദ് സലീമിനെതിരെയും കേസെടുത്തു. നടപടി ആക്രമിക്കപ്പെട്ട സ്ത്രീയുടെ പരാതിയിൽ. മുംബൈയിൽ കനത്ത മഴ. 50 വിമാനങ്ങൾ റദ്ദാക്കി. നിരവധി ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചു. നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. ഗതാഗതത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ കർമ്മ പദ്ധതിയുമായി ഇന്ത്യൻ റെയിൽവേ. 2500 ജനറൽ പാസഞ്ചർ കോച്ചുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഗുജറാത്തിലെ സൂറത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 65 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. 4 പേർ അറസ്റ്റിലായത് സൂറത്ത് സ്വദേശികൾ. കാർഗിൽ യുദ്ധത്തിന്റെ 25ാം വിജയവാർഷികത്തോടനുബന്ധിച്ച് സേനയുടെ മോട്ടോർ സൈക്കിൾ പര്യടനം ആരംഭിച്ചു. ശ്രീനഗറിൽ നിന്ന് ദ്രാസ് വരെ 140 കിലോമീറ്റർ ദൂരമാണ് മോട്ടോർ സൈക്കിൾ പര്യടനം. ഛത്തീസ്ഗഡിൽ അഴുക്കുചാലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ദുർഗ് പ്രദേശത്ത്. കൊലപാതകമെന്ന് പോലീസ്. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ. മണ്ണിടിച്ചിലിനെ തുടർന്ന് 70 റോഡുകളിൽ ഗതാഗതം നിർത്തിവെച്ചു. പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ കൃഷിയിടത്തിൽ പാക് ഡ്രോൺ കണ്ടെത്തി. ഡ്രോണിൽ നിന്ന് ഹെറോയിൻ പിടിച്ചെടുത്തു. ആന്ധ്രാപ്രദേശ് എലൂരിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 3 മരണം, 2 പേർക്ക് ഗുരുതര പരിക്ക്. കർണാടക ഹുബ്ബള്ളിയിൽ വിദ്യാർത്ഥിക്ക് 6 അംഗ സംഘത്തിന്റെ മർദ്ദനം. ആക്രമണം പെൺസുഹൃത്തുമായി സംസാരിച്ചുവെന്ന് ആരോപിച്ച്. പുനെയിൽ സിക്ക വൈറസ് കേസുകൾ കൂടുന്നു. 3 പേർക്ക് കൂടി സിക്ക വൈറസ് സ്ഥിരീകരിച്ചതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 12 അതീവ ജാഗ്രത പാലിക്കണമെന്ന് മഹാരാഷ്ട്ര ആരോഗ്യവകുപ്പ്. പുനെയിൽ മദ്യലഹരിയിൽ യുവാവ് ഓടിച്ച കാറിടിച്ച് 2 പോലീസുകാർ മരിച്ചു. പോലീസുകാർ സഞ്ചരിച്ച ബൈക്കിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത്. സംഭവത്തിന് ശേഷം വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട 24-കാരൻ സിദ്ധാർത്ഥ് രാജുവിനെ പോലീസ് പിടികൂടി. നോക്കാം രാജ്യാന്തര വാർത്തകൾ. US തയ്യാറാക്കിയ വെടിനിർത്തൽ കരാറിന്റെ തുടർ ചർച്ച നടക്കാനിരിക്കെ കടുത്ത വിമർശനവുമായി ഇസ്രായേൽ ധനമന്ത്രി ബെസാലെൽ സ്മോട്രിച്ച്. ഹമാസുമായുള്ള ഏതൊരു കരാറും തോൽവിയും അപമാനവുമായിരിക്കുമെന്ന് മന്ത്രി. ഹമാസിന് മുന്നിൽ കീഴടങ്ങുന്ന കരാറിന്റെ ഭാഗമാകില്ലെന്നും ധനമന്ത്രി. ബോയിംഗ് വിമാനത്തിൽ US ഏവിയേഷന്റെ പരിശോധന. നടപടി. ഓക്സിജൻ മാസ്കുകൾ പ്രവർത്തിക്കുന്നില്ലെന്ന യാത്രക്കാരുടെ പരാതിയിൽ 5 മാസത്തിനുള്ളിൽ നടപടിയെടുക്കണമെന്നും കർശന നിർദ്ദേശം. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യയുടെ മിസൈൽ ആക്രമണം. 36 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം കുട്ടികളുടെ ആശുപത്രിക്ക് നേരെയും. തായ്വാൻ മേഖലയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. 14 ചൈനീസ് സൈനിക വിമാനങ്ങളും 7 നാവിക കപ്പലുകളും രാജ്യാതിർത്തിയിലെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. അമേരിക്കയിൽ ഉഷ്ണതരംഗം. കാലിഫോർണിയയിൽ കാട്ടുതീ വ്യാപനം രൂക്ഷം. 30,000 പേരെ ഒഴിപ്പിച്ചതായി റിപ്പോർട്ട്.
നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ 2 പിസ്റ്റളുകൾ $1.8 മില്യൺ ഫ്രാൻസ് വിൽപ്പന ചെയ്തു. ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ലേലം. ചൈനയിൽ കനത്ത മഴ, നിരവധി റോഡുകളിൽ വെള്ളക്കെട്ട്, വിമാന സർവീസുകൾ വൈകുന്നു. ഫിലിപ്പീൻസിൽ വിമതരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ. മാസ്ബേറ്റ് പ്രവിശ്യയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 വിമതരെ സൈന്യം വധിച്ചു. പാകിസ്ഥാനിലെ കറാച്ചിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തീപിടുത്തം, ആളപായമില്ല, തീ നിയന്ത്രണ വിധേയമാക്കി. എയർ കേരള എന്ന പേരിൽ വിമാന സർവീസ് യാഥാർത്ഥ്യമാകുന്നു. സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ പ്രവർത്തനാനുമതി ലഭിച്ചതായി കമ്പനി ഉടമകൾ. ആദ്യ സർവീസുകൾ ദുബായിൽ നിന്ന് ദക്ഷിണേന്ത്യൻ നഗരങ്ങളിലേക്ക്. ദുബായിൽ ജബൽ അലി ബീച്ച് വികസന പദ്ധതിക്ക് അംഗീകാരം. ബീച്ചിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിനും ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണത്തിനും മുൻഗണന നൽകുന്ന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ദുബായ് 2040 മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് നടപടി. കഴിഞ്ഞ വർഷം ഇന്ത്യൻ പൗരന്മാർ വിദേശയാത്രകൾക്കായി കൂടുതൽ തുക ചെലവഴിച്ചതായി RBI റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തിനിടെ ഇന്ത്യക്കാരുടെ വിദേശയാത്രകളുടെ ചെലവ് 3 ഇരട്ടിയിലധികം വർദ്ധിച്ചു. ദക്ഷിണ കൊറിയയിലെ 65,000-ലധികം സാംസങ് തൊഴിലാളികൾ പണിമുടക്കിൽ. മെച്ചപ്പെട്ട ശമ്പളം ആവശ്യപ്പെട്ടാണ് സമരം. കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘടിത പണിമുടക്കാണിത്. പൂനെയിലെ ഏറ്റവും വിലയേറിയ പെന്റ് ഹൗസ് 37 കോടി രൂപയ്ക്ക് വിറ്റു. 40,000 ചതുരശ്ര അടിയുള്ള പെന്റ് ഹൗസാണിത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ നഗരത്തിൽ രജിസ്റ്റർ ചെയ്ത് 10 കോടിക്ക് മുകളിൽ വില വരുന്ന 32 ആഡംബര അപ്പാർട്ട്മെന്റുകൾ. സ്പൈസ് ജെറ്റ് കമ്പനി കഴിഞ്ഞ 2.5 വർഷമായി പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപിച്ചിട്ടില്ലെന്ന് EPFO. കമ്പനി അവസാനമായി പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപിച്ചത് 2022 ജനുവരിയിൽ. 11,000-ലധികം ജീവനക്കാർക്കാണ് PF ലഭിക്കാനുള്ളത്. ഇന്ത്യയിൽ തൊഴിൽ വളർച്ചാ നിരക്ക് ഉയർന്നതായി RBI. ഈ വർഷം തൊഴിൽ വളർച്ചാ നിരക്ക് 6% ഉയർന്നെന്ന് കണക്ക്. 2023 തൊഴിൽ വളർച്ചാ നിരക്ക് 3.2%. കായിക വാർത്തകൾ. പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ബാഡ്മിന്റൺ താരം PV സിന്ധുവും ടേബിൾ ടെന്നീസ് താരം അജന്ത ശരത് കമലും ഇന്ത്യൻ പതാകയേന്തും. ഷൂട്ടർ ഗഗൻ നാരംഗായിരിക്കും ഇന്ത്യൻ സംഘത്തെ നയിക്കുക. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ PT ഉഷയാണ് വാർത്താക്കുറിപ്പിലൂടെ പ്രഖ്യാപനം നടത്തിയത്. യൂറോ കപ്പ് സെമി പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 12:30 നടക്കുന്ന 1-ാം സെമിയിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. കോപ്പ അമേരിക്കയിൽ ഫൈനൽ ലക്ഷ്യമിട്ട് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ഇറങ്ങും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ കാനഡയാണ് എതിരാളികൾ. ദക്ഷിണാഫ്രിക്കൻ വനിതകൾക്കെതിരായ ഇന്ത്യയുടെ 3-ാം T20 ഇന്ന് രാത്രി 7-ന് ചെന്നൈയിലാണ് മത്സരം. പരമ്പര നഷ്ടമാവാതിരിക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യം. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സെമി ഫൈനൽ ലക്ഷ്യമിട്ട് നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കാരസും ലോക 1-ാം നമ്പർ യാനിക് സിന്നറും ഇന്നിറങ്ങും. അമേരിക്കയുടെ ടോമി പോളാണ് അൽക്കാരസിന്റെ ക്വാർട്ടറിലെ എതിരാളി. യാനിക് സിന്നർ ദനിൽ മെദ്വദേവിനെയും നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ ഹാർദിക് പാണ്ഡ്യയോ KL രാഹുലോ ഇന്ത്യൻ ടീമിനെ നയിക്കുമെന്ന റിപ്പോർട്ടുകൾ. അടുത്തയാഴ്ചയായിരിക്കും ടീം പ്രഖ്യാപനം. ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കാൻ തയ്യാറാണെന്ന് ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വാർണർ. 2020 ലോകകപ്പിന് ശേഷം വാർണർ വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ദക്ഷിണാഫ്രിക്കൻ ടീമിനെ പ്രഖ്യാപിച്ചു. ടെംബ ബവുമ ടീമിനെ നയിക്കും. ഓഗസ്റ്റ് 7-ന് തുടങ്ങുന്ന പരമ്പരയിൽ 2 ടെസ്റ്റുകളാണുള്ളത്. അന്താരാഷ്ട്ര കൗൺസിലിന്റെ അടുത്ത ചെയർമാനാകാൻ ജയ്ഷാ ശ്രമിക്കുമെന്ന റിപ്പോർട്ട്. BCCI സെക്രട്ടറിയായ ജയ്ഷാ സ്ഥാനം ഒഴിഞ്ഞ് മത്സരിക്കാൻ സാധ്യത. ICC ചെയർമാൻ തെരഞ്ഞെടുപ്പ് നവംബറിൽ. രാജ്യാന്തര ക്രിക്കറ്റിൽ ചരിത്രമെഴുതാനൊരുങ്ങി മലയാളി സഹോദരിമാർ. ഒരേ സമയം ടീമിനായി കളിക്കാനിറങ്ങുന്ന 3 സഹോദരങ്ങളെന്ന നേട്ടത്തിലേക്ക് വയനാട് സ്വദേശികൾ. സഹോദരങ്ങൾ കളിക്കുന്നത് UAE ടീമിന് വേണ്ടി. നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ.
രജനീകാന്തും ലോകേഷ് കനകരാജും ഒന്നിക്കുന്ന കൂലിയുടെ ചിത്രീകരണം തുടങ്ങി. ഹൈദരാബാദിലാണ് ചിത്രത്തിന്റെ ആദ്യഘട്ട ഷൂട്ടിംഗ്. ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ചിത്രം ധൂമത്തിന്റെ തെലുങ്ക് പതിപ്പ് OTT-യിലെത്തുന്നു. 2023 ജൂലൈ 23-നാണ് ചിത്രം റിലീസായത്. പ്രഭാസ് ചിത്രത്തിൽ വില്ലനാകാൻ ദക്ഷിണ കൊറിയൻ താരം മാ ഡോങ് സ്യൂക്ക്. സന്ദീപ് റെഡ്ഡി വാങ്കയാണ് ചിത്രത്തിന്റെ സംവിധാനം. ട്രെയിൻ ടു ബുസാൻ, ദ കോപ്പ്, ദ ഡെവിൾ തുടങ്ങിയ ചിത്രങ്ങളുടെ ലോകമൊട്ടാകെ ശ്രദ്ധ നേടിയ നടനാണ് മാങ് ഡോങ് സ്യൂക്ക്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ശ്രീഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഭ ഭ ബ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഈ മാസം 14-ന് കോയമ്പത്തൂരിൽ ആരംഭിക്കുന്നു. നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ദിലീപും വിനീത് ശ്രീനിവാസനും ചേർന്നാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ദുൽഖർ സൽമാൻ നായകനായ ചിത്രം പാൻ ഇന്ത്യൻ ചിത്രമായ ലക്കി ഭാസ്കർ സെപ്റ്റംബർ 7-ന് റിലീസ് ചെയ്യും. ചിത്രം സംവിധാനം ചെയ്യുന്നത് വെങ്കി അറ്റ്ലൂരി. 1980, 1990 കാലഘട്ടത്തിലെ മുംബൈ നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഈ പീരീഡ് ഡ്രാമയാണ് ചിത്രം. വൈറൽ ട്രെൻഡ്സ്. ബസ് ഓടിക്കുന്ന വീഡിയോ പങ്കുവെച്ച നടൻ ജോജു ജോർജ്. വീഡിയോ വൈറലാകുന്നു. കൽക്കി സിനിമയിലെ നടി കീർത്തി സുരേഷിന്റെ ഡബ്ബിംഗ് വീഡിയോ വൈറലാകുന്നു. വീഡിയോ ഏറ്റെടുത്ത ആരാധകർ. ആനന്ദഭദ്രത്തിലെ കഥാപാത്രങ്ങളായി കുട്ടിക്കുരുന്നുകൾ. വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. മതിലിൽ ചിത്രം വരയ്ക്കുന്ന യുവാവിന്റെ വീഡിയോ വൈറലാകുന്നു. വീഡിയോ ഏറ്റെടുത്ത് നെറ്റിസൺസ്. വൈറൽ ഗാനത്തിന് ചുവട് വെച്ച് നടൻ ബിജുക്കുട്ടനും മകളും. വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. നോക്കാം ഫാക്ട് ചെക്ക്. ഫാക്ടറികളിൽ പ്ലാസ്റ്റിക് ഗോതമ്പ് നിർമ്മിക്കുന്നു എന്ന തരത്തിലൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പ്രക്രിയയും വീഡിയോയിൽ കാണാമെന്ന അവകാശവാദത്തോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത്. മുഹമ്മദ് മൊസാഹിബ് എന്ന ഉപയോക്താവ് 2023 ഒക്ടോബർ 11-ന് അപ്ലോഡ് ചെയ്ത വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്ന പ്രക്രിയയുടെ വീഡിയോയാണ് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. തീരപ്രദേശത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. മുംബൈയിലും പൂനെയിലും സ്കൂളുകൾക്ക് അവധി. റഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അനൌദ്യോഗിക കൂടിക്കാഴ്ച നടത്തി. മോസ്കോയ്ക്കടുത്ത് നോവോ ഒഗർയോവിൽ പ്രസിഡന്റിന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറില്ലെന്ന് വ്യക്തമാക്കി ജോ ബൈഡൻ. പ്രസിഡന്റ് പാർക്കിൻസൺസ് രോഗത്തിന് ചികിത്സ തേടിയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് വൈറ്റ് ഹൌസ്. ഡെമോക്രാറ്റുകൾക്കിടയിൽ ഭിന്നത. ഫ്രാൻസിൽ തൽക്കാലം പ്രധാനമന്ത്രിയെ തുടരാൻ ഗബ്രിയേൽ അറ്റലിനോട് നിർദ്ദേശിച്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ. നിർദ്ദേശം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ സർക്കാർ രൂപീകരണത്തിന് തിരക്കിട്ട ചർച്ചകൾ. ജമ്മുകശ്മീരിലെ കുൽഗാമിൽ കൊല്ലപ്പെട്ട 6 ഭീകരരും പ്രദേശവാസികൾ തന്നെയെന്ന് പോലീസ്. ചനിഗാം, മോദർഗാം എന്നിവിടങ്ങളിൽ ഒളിയിടങ്ങൾ കണ്ടെത്തി. AK-47 തോക്കുൾപ്പെടെ ആയുധങ്ങളും കണ്ടെടുത്തു. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. തൃശൂരിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ഗുണ്ടാ നേതാവ് തീക്കാറ്റ് സാജൻ ഒളിവിൽ. 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 2 വധശ്രമ കേസുകളടക്കം 14 കേസുകളിൽ പ്രതിയാണ് തീക്കാറ്റ് സാജൻ. പോലീസ് അന്വേഷണം ഊർജിതം. ബലാത്സംഗ കേസ് പ്രതികൾ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ അതിജീവിതയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി വെടിയുതിർത്തു. സംഭവം ഉത്തർപ്രദേശിലെ ഉന്നാവിൽ. അതിജീവിതയുടെ മാതാവ് കൊല്ലപ്പെട്ടു. ഇന്തോനേഷ്യയിലെ സുലാവേസി ദ്വീപിൽ മണ്ണിടിച്ചിലിൽ മരണം 11ആയി. 35 പേരെ കാണാനില്ല. രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.